ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. രാജയോഗം വന്നെത്തിക്കഴിഞ്ഞു. ഇനി തൊടുന്നതെല്ലാം പൊന്നാകും. എന്തു ചെയ്താലും സൗഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതാണ്. ആദിത്യൻ ധനുരാശിയിൽ മൂലം ഞാറ്റുവേലയിൽ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ ഉത്രം മുതൽ അനിഴം വരെയുള്ള നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുകയാണ്. ചൊവ്വ കർക്കിടകം രാശിയിൽ പൂയം നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്നു. ബുധൻ ധനുരാശിയിൽ തൃക്കേട്ട നക്ഷത്രത്തിലാണ്. ശുക്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നു. ഡിസംബർ 22-ന് രാത്രി അവിട്ടം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശനി കുംഭം രാശിയിൽ ചതയത്തിലാണ്. ഡിസംബർ 27 വെള്ളിയാഴ്ച രാത്രി പൂരുരുട്ടാതിയിൽ പ്രവേശിക്കുന്നു. ഇനി കുറെ കാലം ശനി പ്രസ്തുത നക്ഷത്രത്തിലാകും സഞ്ചരിക്കുക. വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ വക്രഗതിയായി നീങ്ങുന്നു. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്നു. ഞായർ ഉച്ചവരെ മകരം രാശിക്കാരുടെ അഷ്ടമരാശി തുടരും. തിങ്കളും ചൊവ്വയും ബുധനും പ്രഭാതം വരെയും കുംഭരാശിക്കാരുടെ അഷ്ടമരാശി കൂറു ദിവസങ്ങളാണ്. അതിനുമേൽ വെള്ളിയാഴ്ച രാവിലെ വരെ മീനരാശിക്കാർക്കും തുടർന്ന് മേടരാശിക്കാർക്കും അഷ്ടമരാശി വരുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന എല്ലാവിധ എതിർപ്പുകളെയും വകവയ്ക്കാതെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പാരമ്പര്യത്തിന്റെ കരുത്തുകൾ തിരിച്ചറിയും. അവസരത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് സഹായകമാവുന്നതാണ്. സ്വന്തം ആശയധാരയിലേക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരെ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ഈ ആഴ്ച ഊർജ്ജസ്വലത വളരെയധികം പ്രശംസിക്കപ്പെടും. ചിലപ്പോൾ ആ കാര്യത്തിൽ ശാഠ്യത്തോളം ചെല്ലുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷകളിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. ഇടയ്ക്കിടെ മനസമാധാനം കുറയും. സാമ്പത്തികമായി വലിയ മെച്ചം പറയുവാനില്ലെങ്കിലും കൈനഷ്ടം വരാതെ കാര്യസാധ്യമുണ്ടാകുന്ന ഒരു ആഴ്ചയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഔദ്യോഗികമായി മുഖ്യ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് കഴിയുന്ന ഒരു ആഴ്ചയാണ്. അവ ഭംഗിയായി നിർവഹിക്കുന്നതിന് നിങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാ രീതിയിലും നിങ്ങളെ പിന്തുണയ്ക്കും. തടസ്സങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകുന്നതാണ്. വാഗ്ദാനം പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ ഉണ്ടാകും. ശുഭകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. അവധിക്കാലം വളരെയധികം ഭംഗിയായി ആഘോഷിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും. ബിസിനസ് ചർച്ചകളിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ബാല്യകാല സുഹൃത്തുക്കളെ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് കൃത്യനിഷ്ഠയും പ്രവർത്തന മികവും പുലർത്തുന്നതിനാൽ നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരാൽ അഭിനന്ദിക്കപ്പെടുന്നതാണ്. ദൈവിക കാര്യങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ സാധിക്കും. സംഘടനകളിൽ ഉന്നത പദവികൾ ലഭിക്കുവാൻ ഇടവരുന്നതാണ്. മുൻപേ നടന്നവരുടെ പ്രവർത്തനങ്ങൾ മാതൃകകൾ ആക്കുന്നത് വളരെയധികം സ്വീകാര്യമാകും. നീതിയുക്തമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ആഴ്ചയാണ്. കച്ചവടത്തിൽ അധികം പണം ചെലവഴിക്കപ്പെടുന്നത് യാതൊരു രീതിയിലും പ്രയോജനകരമാവില്ല. മേടരാശിക്കാർക്ക് ചില മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ആഴ്ച കൂടിയാണ്. ഇടവ രാശിക്കാർക്ക് സഹോദരരുടെ പിന്തുണ ലഭിക്കും. നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ വളരെയധികം കരുതലുണ്ടാവേണ്ട ആഴ്ച കൂടിയാണ്. പഴയ കടബാധ്യതകൾ ചീത്ത ശല്യമായേക്കും. കുടുംബത്തിൽ വളരെയധികം സ്വസ്ഥതയും സമാധാനവും വന്നുചേരും. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ജന്മവ്യാഴം അഷ്ടമ സൂര്യൻ എന്നിവയാൽ മനക്ലേശവും ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്ന ആഴ്ചയാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വളരെയധികം വൈകും. ധനപരമായി അമളി വരാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണ്ട ദിവസങ്ങളാണ്. അവധിക്കാലത്ത് കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിന് മുൻകൈ എടുക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ഒരു രീതിയിലും അനുകൂലമായ സന്ദർഭമല്ല. വീട്ടുകാരുടെ എതിർപ്പ് പ്രകടമായേക്കും. സ്ഥലം മാറ്റ ഉത്തരവ് വൈകുന്നതിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതാണ്. വാഗ്ദാനം പാലിക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. സാഹിത്യം കലാപ്രവർത്തനങ്ങളുടെ വളരെയധികം ആശ്വാസം അനുഭവിക്കുവാനും സാധിക്കുന്നതാണ്.
അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ കുടുംബാംഗങ്ങളിൽ നിന്നും നിസ്സഹകരണം ഉണ്ടാകും. പ്രതീക്ഷിച്ച കരാർ പണികൾ അതുമല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ ലഭിക്കുന്നതാണ്. ഔദ്യോഗികമായി അധിക ചുമതലകൾ വന്നു ചേരും. തന്മൂലം ജോലിഭാരം വർദ്ധിക്കുവാൻ ഇടവരുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളുടെ കലഹത്തിൽ മധ്യസ്ഥം വഹിക്കുന്നതാണ്. എന്നാൽ അതിൽ പക്ഷഭേദം ആരോപിക്കപ്പെടുവാൻ ഇടയുണ്ട്. നവസംരംഭകർക്ക് സാമ്പത്തികമായി പിന്തുണ നേടുവാനായി പലരെയും കാണേണ്ടി വരുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഉന്മേഷരഹിതമാകും. ബുധനാഴ്ച മുതൽ കൂടുതൽ ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. വളരെയധികം ഉന്നമനേച്ഛയോടെ പ്രവർത്തിക്കും. എന്നാൽ സഹപ്രവർത്തകർ വേണ്ടത്ര പിന്തുണയ്ക്കില്ലെന്ന് തോന്നുന്നതാണ്. സ്വന്തം ബിസിനസ്സിൽ വരുമാനം ശരാശരിയായിരിക്കും. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ അതൃപ്തി തോന്നുന്ന ദിവസങ്ങളാണ്. കുട്ടികൾക്കൊപ്പം അവധിക്കാല യാത്രകൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. വ്യവഹാരത്തിൻ്റെ യാതൊരു രീതിയിലും മുതിരരുത്. കുടുംബ സാഹചര്യങ്ങൾ സമ്മിശ്രമായിരിക്കും. വിദേശത്തു കഴിയുന്ന ആളുകൾക്ക് നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടി വരുന്നതാണ്. വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നതാണ്. അധിക ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു ആഴ്ച കൂടിയാണ്. ഒപ്പമുള്ള ആളുകളുടെ എല്ലാ രീതിയിലും വിശ്വാസം ആർജിക്കുവാൻ സാധിക്കും. മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കും. അപരിചിതരായ ആളുകളുടെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്ന സ്വഭാവം വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. ചെറു യാത്രകളിൽ വളരെയധികം കരുതൽ വേണം. പണമിടപാടുകളിൽ വളരെയധികം സൂക്ഷ്മത വേണ്ട കാലമാണ്. പൂർവാധികം ഭംഗിയിൽ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നതിനുള്ള അവസരം ലഭിച്ചതിനാൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ടാകുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ സാധിച്ചെന്നു വരില്ല. ചൊവ്വ രണ്ടാം നക്ഷത്രത്തിലാകിയാൽ നിങ്ങളുടെ വാക്കുകൾ വളരെയധികം തീക്ഷ്ണമാകുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ വന്നു ചേരുന്ന ആഴ്ചയാണ്. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. രാഷ്ട്രീയപരമായ ബന്ധങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനമുണ്ടാകും. ബിസിനസ്സുകാർക്ക് സീസൺ അനുസരിച്ചുള്ള വ്യാപാരം ഗുണകരമാവുന്നതാണ്. ജന്മകുജനാൽ നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം മൂർച്ചയേറുന്നതാണ്. തന്മൂലം വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കേണ്ടതുണ്ട്. പ്രമാണങ്ങളിലും കരാറുകളിലും ഒപ്പിടുന്നതിന് മുന്നേ ഉള്ളടക്കം വളരെയധികം ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. പല കാര്യങ്ങളിലും ആധികാരികമായ അഭിപ്രായം പറയും. മുഖം നോക്കാതെ വാക്കുകൾ പറയുന്നത് ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ ഇടവരുത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം ഏകാഗ്രത ഉണ്ടാകും. പരീക്ഷകൾ നിങ്ങൾക്ക് വളരെയധികം തൃപ്തി നൽകുന്നതാണ്. കലാ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്ര പരിശീലനം കൈക്കൊള്ളേണ്ടി വരുന്നതാണ്. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതിനാൽ വളരെയധികം ആശ്വാസം ഭവിക്കുന്നതാണ്. പല കാര്യങ്ങളിലും ബന്ധുക്കളുടെ അഭിപ്രായത്തോട് വിയോജിക്കും. തന്മൂലം ചില അസ്വാരസ്യങ്ങൾ ഉയർന്നു വരുവാൻ ഇടയുണ്ട്. വാദകഫാദികളായ അസുഖങ്ങൾ നിങ്ങളെ അലട്ടുവാനും ഇടയുള്ള ആഴ്ച കൂടിയാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും കാര്യസിദ്ധി വളരെയധികം മെല്ലെയാകും. ബുധൻ 4-ൽ സഞ്ചരിക്കുന്നതിനാൽ പഠിപ്പ്, ഗവേഷണം ഇവയിൽ ഏകാഗ്രതയും പുരോഗതിയും പ്രതീക്ഷിക്കാം. ശുക്രന്റെ 6-ാം ഭാവസ്ഥിതിയിൽ ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത കുറയുവാൻ ഇടയുണ്ട്. സ്ത്രീകളുടെ അനിഷ്ടത്തിന് പാത്രമാകും. പണമിടപാടുകളിൽ സൂക്ഷ്മത വളരെയധികം പുലർത്തേണ്ടതാണ്. ആഴ്ചയുടെ മധ്യം വളരെയധികം മെച്ചമുള്ളതാകും. ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പ്രവൃത്തി വിജയം, ബിസിനസ്സിൽ കൂടുതൽ ലാഭം, മനസ്സന്തോഷം എന്നിവ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. വളരെയധികം സംതൃപ്തിയുള്ള ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വരുമാനത്തെ സംബന്ധിച്ച ആശങ്കകളെല്ലാം അകന്നു മാറുന്നതാണ്. പ്രവർത്തന മികവിന് ആവശ്യമായ ആശയങ്ങൾ അപ്പോൾ തന്നെ തോന്നിക്കൊള്ളുന്നതാണ്. ഒപ്പമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെയധികം ആനന്ദിക്കും. കടം കൊടുത്തു തീർക്കുന്ന കാര്യത്തിൽ ചില ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും. മകൻ്റെ സ്വതന്ത്ര ചിന്തകളും പെരുമാറ്റവും അല്പം മനപ്രയാസം വരുത്തുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യ കാര്യത്തിലെ ഉത്കണ്ഠയ്ക്ക് അയവുണ്ടാകും. സുഹൃത്തുക്കളുമായി യാത്രകൾക്ക് പദ്ധതിയിടും. ഞായർ, വെള്ളി ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. പദവിയിൽ ഉയർച്ചയുണ്ടാകുമെന്ന് അനൗദ്യോഗിക അറിയിപ്പ് ലഭിക്കും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ്.
ഈ ആഴ്ചയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം ശ്രദ്ധ കുറയും. പാർട്ട്ണർമാരെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും. വെല്ലുവിളികളെ നിശ്ചയദാർഢ്യത്തോടെ ഏറ്റെടുക്കുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ വളരെയധികം സ്വീകാര്യമായി അനുഭവപ്പെടും. കലാ മത്സരങ്ങൾക്ക് തീവ്രമായ പരിശീലനം ആവശ്യമായി വരുന്ന ആഴ്ച കൂടിയാണ്. വാരാന്ത്യ ദിവസങ്ങളിലും കൂടുതൽ മിഴിവുള്ളതും വളരെയധികം ധനനേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് വാരാദ്യ ദിവസങ്ങളിൽ ജന്മരാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. മംഗളകാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ എന്നിവയിൽ സംബന്ധിക്കും. വിരുന്നുകാരുണ്ടാവുന്നതാണ്. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിലും പറയുന്നതിലും സന്തോഷിക്കും. ദേഹം മനസ്സുഖം അനുഭവപ്പെടുന്ന ആഴ്ച തന്നെയാണ്. ബുധൻ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ അല്പം അധ്വാനമേറുന്നതാണ്. കാര്യസാധ്യം വിചാരിച്ച അത്ര എളുപ്പമല്ലെന്ന് വരാം. ചെറു യാത്രകൾ ആവർത്തിക്കും. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കാം. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാരായ ആളുകൾ സ്വതന്ത്ര നിലപാടുകൾ കൈക്കൊള്ളുകയും അഭിപ്രായം തുറന്നു പറയുകയും ചെയ്യുന്നതിനാൽ സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും ശത്രുക്കളെ സമ്മാനിക്കുന്നതാണ്. സ്വാശ്രയ ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ അല്പം മെല്ലെയാകും. മകളുടെ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിലെ ആശയക്കുഴപ്പങ്ങൾ നീങ്ങുന്നതാണ്. സാമ്പത്തികമായി ഒട്ടനേകം തൃപ്തികരമായ ആഴ്ച കൂടിയാണ്. കുടുംബക്ഷേത്രത്തിലെ ഉത്സവാദികളിൽ കുടുംബസമേതം പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. കലകളും സാഹിത്യവും ആസ്വദിക്കുന്നതിൽ ഉയർന്ന ഭാവുകത്വം പ്രദർശിപ്പിക്കും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ 2-3 ദിവസങ്ങളെക്കാൾ ഗുണകരമായേക്കും മറ്റു ദിവസങ്ങൾ. ചെലവ് അധികരിക്കാം. കാര്യപ്രാപ്തിക്ക് ആരെയെങ്കിലും ആശ്രയിക്കേണ്ടി വരുന്നതാണ്. അടുത്ത കൂട്ടുകാരുടെ വാക്കുകൾ വളരെയധികം നിങ്ങളെ വിഷമിപ്പിക്കുന്നതാണ്. ശുഷ്കാന്തി കുറയും. തുടർ ദിവസങ്ങളിൽ വളരെയധികം കർമ്മഗുണമുണ്ടാകും. ബിസിനസ്സിൽ പുഷ്ടിപ്പെടുന്നതാണ്. ധനപരമായി ക്ലേശിക്കേണ്ട സാഹചര്യം ഒരു രീതിയിലും വന്നു ചേരില്ല. ആവശ്യമായ വിശ്രമം ലഭിക്കുന്നതാണ്. കുടുംബത്തോടൊപ്പം വിനോദയാത്ര സാധ്യമായേക്കും. മകളുടെ ഭാവി കാര്യം വീടിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ കഠിന പ്രയത്നവും ആത്മാർത്ഥതയും അധികാരികൾ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കും. അടുത്തു തന്നെ പുതിയ പദവി ലഭിക്കുന്നതിനുള്ള സാഹചര്യം വന്നുചേരും. അസൂയാലുക്കളെ അവഗണിക്കുകയാകും ഉത്തമമായ കാര്യം. പണം മുൻകൂട്ടി ചിലവാക്കിയുള്ള സംരംഭങ്ങൾക്ക് തൽക്കാലം മുതിരരുത്. ഗ്രഹ ആനുകൂല്യമുണ്ടാകുമ്പോൾ അക്കാര്യം പരിഗണിക്കാവുന്നതാണ്. ഏജൻസികൾ, കമ്മീഷൻ ഏർപ്പാടുകൾ എന്നിവയിൽ നിന്നും സാമ്പത്തിക മെച്ചം വന്നുചേരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ പഴയ വാഹനം വിൽക്കുവാനുള്ള ശ്രമം വിജയിക്കും. കുടുംബത്തോടൊപ്പം അവധിക്കാല യാത്രകൾ സാധ്യമാകുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. വാരാദ്യ ദിവസങ്ങൾ കരുതിയതുപോലെ തന്നെ മിക്ക കാര്യങ്ങളും സ്വാഭാവികമായി തന്നെ നടന്നു കിട്ടും. പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ മടിക്കില്ല. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ വളരെയധികം സമാധാനം പ്രതീക്ഷിക്കാം. ധനകാര്യങ്ങളിൽ വളരെയധികം സുഗമത ഉണ്ടാകുന്നതാണ്. ആഴ്ചയുടെ മധ്യത്തിൽ ദേഹസൗഖ്യം കുറയുവാനിടയുണ്ട്. അപ്രസക്ത വിഷയങ്ങൾക്ക് വേണ്ടി ഊർജവും നേരവും ചെലവഴിക്കുന്നതാണ്. വാക്കുകൾക്ക് പാരുഷ്യമുണ്ടാകും. വെള്ളി ശനി ദിവസങ്ങളിൽ ദൈവിക സമർപ്പണങ്ങൾ, പാരിതോഷിക ലബ്ധി എന്നിവയെല്ലാം ഭവിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. കാര്യനിർവഹണത്തിലെ കൈയടക്കവും കൃത്യതയും മേലധികാരികളാൽ അഭിനന്ദിക്കപ്പെടും. പാർട്ണർഷിപ്പ് വ്യവസ്ഥയിലുള്ള സ്ഥാപനത്തിൻ്റെ വളർച്ച കണ്ടു തുടങ്ങുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിൽ ഔത്സുക്യം പുലർത്തുന്നതാണ്. വാരാദ്യ ദിവസങ്ങളിൽ ധനാഗമം വർദ്ധിക്കും. ബന്ധുസമാഗമം സന്തോഷകരമാവുന്നതാണ്. ഔദ്യോഗിക യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിന് പ്രതീക്ഷിച്ചതിലധികം ചെലവ് വരുന്നതാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ ശക്തമായി തന്നെ പ്രകടിപ്പിക്കും. ആരോഗ്യ പരിരക്ഷയ്ക്ക് പാരമ്പര്യ ചികിത്സാ രീതികൾ അവലംബിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. വാക്കുകളിൽ ആത്മവിശ്വാസവും വ്യക്തിത്വത്തിൽ പ്രസരിപ്പും നിറയുന്നതാണ്. സഹപ്രവർത്തകർക്ക് വളരെയധികം നിർദ്ദേശങ്ങൾ നൽകും. അവസരോചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. വിവാദങ്ങളിൽ നിന്നും അകലം സൂക്ഷിക്കും. ചെലവുകളെ സ്വയം നിയന്ത്രിക്കുന്നതാണ്. രോഗത്താൽ കഴിയുന്ന ബന്ധുക്കളെ സന്ദർശിക്കുവാനുള്ള അവസരം സിദ്ധിക്കും. സഹായം നൽകുവാൻ യാതൊരു രീതിയിലും നിങ്ങൾ മടിക്കില്ല. കുടുംബാംഗങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ വളരെയധികം വിജയിക്കുന്നതാണ്. ജന്മരാശിയിൽ സൂര്യനും അഷ്ടമത്തിൽ കുജനും ഉള്ളതിനാൽ
ദേഹക്ലേശം ഉണ്ടാവുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ഒരു രീതിയിലുമുള്ള അലംഭാവമരുത്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ജന്മാദിത്യൻ ദേഹക്ലേശം വരുത്തുന്നതാണ്. പണച്ചെലവ് നിങ്ങൾ കരുതിയതിലും പതിവിലും കൂടുതലാവുന്നതാണ്. അങ്ങോട്ടിങ്ങോട്ട് ഉഴലേണ്ട സ്ഥിതി അധികമാകുന്നതാണ്. പല കാര്യങ്ങളിലും ഒപ്പമുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. ഗൃഹസമാധാനം സാമാന്യമായിട്ടാകും വന്നു ചേരുക. മക്കളുടെ പരസ്പരമുള്ള ഐക്യം കൂടിയും കുറഞ്ഞുമിരിക്കും. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം കൂടിയാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഒരു ശരാശരി വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ പുതുവർഷത്തിൽ നടപ്പാക്കുവാനുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങൾക്ക് അനുകൂലത ഉണ്ടാവില്ല. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അധ്വാന ഭാരം വർദ്ധിക്കുന്ന ആഴ്ച കൂടിയാണ്. സ്വാശ്രയ ബിസിനസ്സിൽ പ്രതീക്ഷിച്ച വായ്പാ ധനം കൈവശമെത്തുവാൻ വൈകുന്നതാണ്. ദാമ്പത്യത്തിൽ പിണക്കവും ഇണക്കവും തുടർക്കഥയാവുന്നതാണ്. വാക്കുകളിൽ മിതത്വം പാലിക്കുകയാൽ അന്തരീക്ഷത്തിൽ ശാന്തത നിറഞ്ഞു നിൽക്കും. ജന്മനാട്ടിൽ വരുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. കക്ഷി രാഷ്ട്രീയത്തോട് വളരെയധികം വിരക്തി തോന്നുന്ന ആഴ്ച കൂടിയാണ്. ഈ ആഴ്ച നിങ്ങളുടെ സ്വകാര്യത ചോരാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരായ ആളുകളുടെ ഭാവി കാര്യങ്ങളിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് വളരെയധികം ഉത്കണ്ഠയുണ്ടാകും. രോഗത്തിൽ കിടക്കുന്ന ആളുകൾക്ക് അല്പം ആശ്വസിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കും. എന്നാൽ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന സമ്മർദ്ദം കുറയുന്നതാണ്. ഏറ്റെടുത്ത ചുമതലകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ തടസ്സങ്ങളെയും നീങ്ങിക്കിട്ടുന്നതാണ്. 12-ൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നേടേണ്ട കാര്യങ്ങൾക്ക് കാലവിളംബം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ പാചക കുശലതയും ആതിഥ്യ മര്യാദയും വളരെയധികം പ്രശംസിക്കപ്പെടും. പിതൃപുത്ര ബന്ധത്തിൽ അയവുണ്ടാകാത്തത് കുടുംബാംഗങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. 2-ാം നക്ഷത്രത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് സാമ്പത്തിക സുഗമതയ്ക്ക് കാരണമാകുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥന്റെ നീചക്ഷേത്രസ്ഥിതി ചിലപ്പോഴെങ്കിലും വളരെയധികം ദോഷകരമായി അനുഭവപ്പെടുന്നതാണ്. കാര്യസാധ്യത്തിന് തടസ്സങ്ങൾ വന്നുചേരും. ശത്രുക്കളെ തിരിച്ചറിയുവാനോ സമ്മർദ്ദങ്ങളെ നേരിടുവാനോ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല. രാശ്യാധിപ ഗ്രഹത്തിൻ്റെ ബലം, ചന്ദ്രൻ്റെ അനുകൂല സഞ്ചാരം എന്നിവയാൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. വ്യാപാരത്തിലെ മാന്ദ്യങ്ങളെല്ലാം മാറിക്കിട്ടും. പണം കൂടുതൽ മുടക്കുന്നതിന് തൽക്കാലം അനുകൂലമായേക്കില്ല. സഹോദരങ്ങളുമായി ചേർന്നുള്ള സംരംഭങ്ങളിൽ പുനഃചിന്തയുണ്ടാകും. കുംഭരാശിക്കാർക്ക് സർക്കാർ കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടന്നു കിട്ടുന്നതാണ്. മകരരാശിക്കാർക്ക് ഫോകസുഖം വർദ്ധിക്കുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. വാരാദ്യ ദിവസങ്ങളിൽ അഷ്ടമരാശി വരികയാൽ സർവ്വകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം. വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ അനിവാര്യമാണ്. ചെലവിൽ നിയന്ത്രണം കുറഞ്ഞേക്കും. മറ്റ് ദിവസങ്ങളിൽ ക്ഷമാപൂർവമായ കരുനീക്കങ്ങളാൽ എതിർപ്പുകളെയെല്ലാം മറികടന്ന് വിജയത്തിലേക്ക് കുതിക്കുവാൻ സാധിക്കും. ഔദ്യോഗികമായി വളരെയധികം സംതൃപ്തി ഉണ്ടാകും. നിങ്ങളുടെ മേലധികാരികൾ ശ്ലാഘിക്കും. കുടുംബാംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ നിങ്ങളാൽ കഴിയുന്നതാണ്. പഴയ കടം വീട്ടുവാൻ വഴി തെളിഞ്ഞു വരും. ചതയം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രത്തിൽ നിന്നും ശനി മാറുന്ന വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ആദ്യത്തിൻ്റെ അനുകൂല സ്ഥിതിയാൽ കർമ്മരംഗത്ത് വളരെയധികം സുഗമതയുണ്ടാകും. പലതരം നേട്ടങ്ങൾ സ്വാഭാവികമായ രീതിയിൽ തന്നെ വന്നുചേരും. ബിസിനസ്സിൽ കൂടുതൽ ലാഭമുണ്ടാകുന്ന ആഴ്ചയാണ്. പിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കുവാൻ സാധിക്കും. പിതൃസ്വത്തുക്കളിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകരായ ആളുകൾക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ആഴ്ചയാണ്. ക്ഷേത്ര ഉത്സവാദി പരിപാടികളുടെ നടത്തിപ്പിനായി കൂടുതൽ സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുടെ ഇടയിൽ നിങ്ങൾക്ക് സ്വീകാര്യത വളരെയധികം ഉയരുന്നതാണ്. മിതവ്യയം പുലർത്തും. കലാമത്സരങ്ങളിൽ വിജയിക്കുന്നതാണ്. വാരാദ്യ ദിവസങ്ങളിൽ വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം കരുതൽ വേണ്ട ആഴ്ച കൂടിയാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉന്നതരായ ആളുകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുന്നതാണ്. തടസ്സങ്ങൾ വന്നാലും ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നതാണ്. കർമ്മരംഗത്ത് താരതമ്യേന വളരെയധികം മെച്ചമുണ്ടാകുന്ന ആഴ്ചയാണ്. നിങ്ങളുടെ ആലസ്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്.
സംഘടനകളിൽ നിങ്ങളുടെ ഏകോപന ചാതുരി പ്രകീർത്തിക്കപ്പെടും. ഭൂമി വ്യാപാരത്തിൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങുന്നതാണ് നല്ലത്. സന്താനങ്ങളുടെ പഠന കാര്യത്തിൽ മനപ്രയാസമുണ്ടാകും. യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കൾ വിയോജിക്കുന്നതാണ്. ശുക്രന്റെ അനുകൂല സഞ്ചാരത്താൽ ലൗകികമായ സംതൃപ്തി വരുന്ന ആഴ്ചയാണ്. കലാപരമായി നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിജയിക്കുവാൻ കഴിയുന്ന കാലമാണ് ഈശ്വര അനുഗ്രഹത്താൽ വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് കഠിന പ്രയത്നം കൊണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണമായ പിന്തുണ കൈവരുന്നതാണ്. ക്ലേശങ്ങളിൽ നിങ്ങളുടെ മനസ്സ് തളരുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാഗ്ദാന ലംഘനം വിഷമിപ്പിക്കുന്നതാണ്. വളരെയധികം സാമാന്യമായിരിക്കും നിങ്ങൾക്ക് ഈ ആഴ്ച ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വന്നു ചേരുക. ശുക്രൻ 11-ൽ സഞ്ചരിക്കുക, ഫോക്കസ് സുഖമുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത്. ദൈവികമായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും. ചെറു യാത്രകൾ ആവർത്തിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ബുധൻ വ്യാഴം ദിവസങ്ങൾ യാതൊരു രീതിയിലും നിങ്ങൾക്ക് അനുകൂലമല്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.